ഹലോ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഒരു യൂസ്ഫുൾ ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അതിന് മുന്നേ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സെലോ ടാപ്പിൻ്റെ കറ്റം കണ്ടുപിടിക്കാൻ ഒരുപാട് കഷ്ടപ്പെടാറുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്കൊരു അടിപൊളി ടേപ്പ് ഡിസ്പെൻസർ തന്നെ ഉണ്ടാക്കാം. ആദ്യം ഈ സെലോ ടാപ്പിൻ്റെ ഷേപ്പിൽ തന്നെ ഒരു സർക്കിൾ കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതുപോലത്തെ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ അറ്റത്ത് ഇതുപോലെ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാൻ ആദ്യം ഫെവിക്കോളാണ് എടുത്തത്, പക്ഷേ അത് ഒട്ടാത്തതുകൊണ്ട് ഞാൻ ഫെവിക്വിക്കാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ടേപ്പ് ഡിസ്പെൻസർ പല രീതിയിൽ നിന്ന് പുറത്തുനിന്ന് വാങ്ങാൻ പറ്റും, പക്ഷേ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ അറ്റത്ത് നമ്മളിതുപോലെ ഫെവിക്വിക്ക് ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നീളമുള്ള ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് ഒട്ടിക്കുകയാണ് എൻ്റെ അറ്റത്തായിട്ട്. ഇനി ചെറിയൊരു കാർഡ്ബോർഡ് പീസും കൂടി എടുത്തിട്ട് ഈ കാണുമ്പോൾ മനസ്സിലാവും, ഈ അറ്റത്ത് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. നല്ല സ്ട്രോങ് ആയിട്ട് ഒട്ടിക്കണം. പിന്നെ എടുക്കുന്ന കാർഡ്ബോർഡൊക്കെ ഇത്തിരി തിക്നെസ് ഉള്ളതായിരിക്കണം, ഇല്ലെങ്കിൽ ഇങ്ങനെ ആട്ടം വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒട്ടിക്കുന്നതെല്ലാം നല്ല സ്ട്രോങ് ആയിട്ട് വേണം ഒട്ടിക്കാൻ. പിന്നെ വേറൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് ഇതുപോലെ ഈ അറ്റത്തിങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം. ഞാൻ ഇങ്ങനത്തെ ചെറിയ ചെറിയ പീസസ് കട്ട് ചെയ്തെടുത്തത് വേറൊരു കാർഡ്ബോർഡ് പീസിൽ നിന്നായിരുന്നു. അതിനത്ര തിക്നെസ് ഇല്ലായിരുന്നു. ഈ മിനറൽ വാട്ടറൊക്കെ വരുന്ന കുക്ക് ബോട്ടിലിൻ്റെ താഴെ വരുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇനി ഇതുപോലെ ക്രോസായിട്ട് ഒന്ന് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ വേറൊരു കാർഡ്ബോർഡ് പീസും കൂടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ഞാൻ ഫെവിക്കോളാണ് ഉപയോഗിച്ചത്. ഇത്തിരി തിക്നെസ് കുറഞ്ഞ കാർഡ്ബോർഡ് എടുത്തുകൊണ്ട് തന്നെ അത് ഒട്ടിക്കിട്ടിട്ടോ. ഇനി നമ്മൾ ഈ ഒട്ടിച്ച പാർട്സിലൊക്കെ നന്നായിട്ടൊന്ന് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം, കാരണം നമുക്ക് അടുത്ത ലെയർ ഒട്ടിക്കാനുള്ളതാണ്. ഈ ബാക്കിൽ ഒട്ടിച്ച അതേ പേസ് നമുക്ക് ഫ്രണ്ടിലും ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ഈ ഒരു ബേസിനെടുത്ത് എൻ്റെ മണ്ടയിൽ വെച്ച് ഒന്ന് നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടി നന്നായിട്ട് ടൈം എടുക്കണം. ഇനി അത് നേരത്തെ നമ്മൾ ക്രോസായിട്ട് ഒട്ടിച്ച ഭാഗത്ത് വേറൊരു പീസ് കാർഡ്ബോർഡ് നമ്മൾ ഒന്ന് സെലോ ടാപ്പ് വെച്ച് കവർ ചെയ്തത് ഒട്ടിച്ച് കൊടുക്കുകയാണ്. നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ സൈഡിൽ ഒന്ന് ബ്ലൈഡ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല. ഇനി നമ്മൾ ഉണ്ടാക്കിയ ബേസിലൊന്ന് ഹോൾ ഉണ്ടാക്കണം. അത് മാത്രമല്ല, നമ്മൾ ആദ്യം ഉണ്ടാക്കിയില്ലേ, നമ്മൾ സെലോ ടാപ്പിൽ ഒട്ടിച്ച ആ കാർഡ്ബോർഡിൽ ഇതുപോലെ ഹോൾ ഉണ്ടാക്കി ഈർക്കിൽ ഇതുപോലെ നമ്മൾ കയറ്റിയിട്ട് ഇങ്ങനെ നമ്മളൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഈർക്കിൽ നന്നായിട്ട് ലെവലാക്കി കട്ട് ചെയ്ത് ഒന്ന് ഗമ്മ് വെച്ച് ഒട്ടിച്ച് കൊടുക്കാം. ഇതിപ്പം കറക്റ്റ് നിങ്ങളുടെ ഹോള് ഇപ്പം ഞാൻ ഈർക്കിലിൻ്റെ അതേ ഷേപ്പിലെ ഹോൾ ഉണ്ടാക്കിയതുകൊണ്ടാണ് നല്ല ടൈറ്റിൽ ഇരിക്കുന്നത്. ഇപ്പം അങ്ങനെയല്ല ഉണ്ടാക്കിയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ഗമ്മ് അപ്ലൈ ചെയ്യേണ്ടത് നല്ലതായിരിക്കും. ലൂസായിട്ട് ഇരിക്കാൻ പാടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്താ ക്രാഫ്റ്റ് കണ്ടത് നന്നായിട്ട് വർക്കാകുന്നുണ്ട്. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പ്രഷർ കൊടുത്താൽ മാത്രം മതി, നന്നായിട്ട് ഇത് വർക്കാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായി വരുന്നത് വരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ.